23-ന് തിങ്കളാഴ്ച നടക്കുന്ന ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു. 16 കുത്തിയോട്ടങ്ങൾ ക്ഷേത്രവളപ്പിൽ 130 വോളണ്ടിയർമാർ നിയന്ത്രിക്കും. കുത്തിയോട്ടം നടത്തുന്ന വഴിപാടുകാരനോടൊപ്പമുള്ള 25 പേർക്കും കുത്തിയോട്ട കുട്ടികൾക്കും ആശാനും മാത്രമേ നടപ്പന്തലിലെത്തി തിരുമുമ്പിൽ നിൽക്കുവാൻ അനുവാദമുള്ളൂവെന്നും ഭരണി ദിവസം ക്ഷേത്രനട അടയ്ക്കില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. 23-ന് നടക്കുന്ന പ്രസിദ്ധമായ ചെട്ടികുളങ്ങര കുംഭഭരണി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രത്തിലെ 13 കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ അറിയിച്ചു. അതേപോലെ കുംഭഭരണി ദിവസം ശിവരാത്രി നാളിലെ 16 കുത്തിയോട്ടമാണ് നമ്മുടെ ക്ഷേത്രത്തിൽ ഈ വർഷം വഴിപാടായിട്ട് സമർപ്പിക്കുന്നത്. അത് കരുവാറ്റ മതിൽകുന്നം വരെയുള്ള സ്ഥലങ്ങളിലാണ് കുത്തിയോട്ട വഴിപാടായിട്ടുള്ള അത് ശിവരാത്രി നാളിൽ വൈകിട്ട് 6-ക്ക് വിളക്ക് കത്തിച്ച് അതിൻ്റെ ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് രാവിലെ അതാത് വീടുകളിൽ നിന്നും അതിൻ്റെ ആസ്ഥാനമായ ഒരു തുലച്ചോട് അത് കണ്ടെത്തുകയും ആ തുലച്ചോട്ടിൽ അതിൻ്റെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയായി വരുന്നതാണ്. രാവിലെ 7 മുതലാണ് കുത്തിയോട്ട ഘോഷയാത്രകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. പുലർച്ചെ 7 മണി മുതൽ എത്തുന്ന 16 കുത്തിയോട്ടങ്ങൾ ക്ഷേത്രവളപ്പിൽ 130 വാളണ്ടിയർമാർ നിയന്ത്രിക്കും. ക്ഷേത്രത്തിന്റെ തെക്ക്, കിഴക്ക്, വടക്ക് വശങ്ങളിൽ ഗേറ്റുകളിലൂടെ എത്തുന്ന കുത്തിയോട്ടങ്ങളെ മുൻഗണനാക്രമത്തിലാകും അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. കുത്തിയോട്ടം നടത്തുന്ന വഴിപാടുകാരനൊപ്പമുള്ള 25 പേർക്കും കുത്തിയോട്ട കുട്ടികൾക്കും ആശാനും മാത്രമേ നടപ്പന്തലിലെത്തി തിരുമുമ്പിൽ നിൽക്കുവാൻ അനുവാദം നൽകുകയുള്ളൂവെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലുള്ള ഗേറ്റിലൂടെ കുത്തിയോട്ട വഴിപാട് പൂർത്തീകരിച്ചവർ പുറത്തേക്ക് പോകണം. കുത്തിയോട്ടങ്ങൾ കടന്നുവരുന്ന വേളയിൽ ഭക്തർക്ക് സുഗമമായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനായി തെക്കേ നടയിൽ ഫ്ലൈ ഓവർ സൗകര്യം ഏർപ്പെടുത്തും. വൈകിട്ട് 4 മണിയോടെ കരകളുടെ ക്രമത്തിൽ കെട്ടുകാഴ്ച വരവ് തുടങ്ങും. 7 മണിയോടെ 13 കെട്ടുകാഴ്ചകളും കാഴ്ചക്കണ്ടത്തിൽ അണിനിരക്കും. കെട്ടുകാഴ്ചകൾ കടന്നുവരുന്ന വഴിയിൽ തിങ്കളാഴ്ച വൈകിട്ട് 3 മണി മുതൽ ചൊവ്വാഴ്ച രാവിലെ 9 മണി വരെ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല എന്നും ഭാരവാഹികൾ പറഞ്ഞു. തിങ്കളാഴ്ച രാത്രി 9-ന് കുംഭഭരണി മഹാസമ്മേളനം നടക്കും. ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ചൊവ്വാഴ്ച പുലർച്ചെ 3-ന് വേലകളെയും 3:30-ന് കെട്ടുകാഴ്ചകൾക്ക് മുന്നിൽ ഭഗവതിയുടെ എഴുന്നള്ളത്തുമുണ്ടാകും. ക്ഷേത്രത്തിന്റെ 4 ദിശകളിലും വാഹന പാർക്കിംഗ് സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഈരേടത്തേക്ക് കാരിക്കുളങ്ങര കണ്ടിയൂർ തെക്കേനട റോഡ് റെസ്ക്യൂ വേയായി ഉപയോഗപ്പെടുത്തുമെന്നും കൺവെൻഷൻ ഭാരവാഹികൾ അറിയിച്ചു. കുംഭഭരണി ദിവസം ക്ഷേത്രനട അടയ്ക്കില്ല. കുംഭഭരണി നാളിൽ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ മുഴുവൻ സമയവും ദർശന സൗകര്യവും ലഭിക്കും. തിങ്കളാഴ്ച പുലർച്ചെ 4:30 തുറക്കുന്ന ക്ഷേത്രനട അടുത്ത ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം മാത്രമേ അടയ്ക്കൂ എന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ, സെക്രട്ടറി എം മനോജ് കുമാർ, വൈസ് പ്രസിഡന്റ് വി അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര.